നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണി തള്ളി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാര നയതന്ത്ര മേഖലകളിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ റഷ്യൻ ചൈനീസ് പ്രധാനമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. പ്രസിഡന്റുമായും ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരിച്ചെത്താം. തലക്കെട്ടുകൾ. ഗാൽവാൻ സംഘർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ചൈനയിലേക്ക്. ജപ്പാനിൽ നിന്ന് യാത്ര തിരിച്ചു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തും. കണ്ണൂർ കീഴറിയിലെ സ്ഫോടനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മരിച്ചത് ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനായി തിരച്ചിൽ തുടരുന്നു. 2016 പൊടിക്കുണ്ട് സ്ഫോടനത്തിലും അനൂപ് പ്രതി. പരസ്പരം പഴിചാരി കോൺഗ്രസും CPM-ഉം. പുന്നമടക്കായൽ ആവേശപ്പോരിലേക്ക്. നെഹ്റു ട്രോഫി ജലമേള അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വെള്ളിക്കപ്പിനായി മാറ്റൊരുക്കുന്നത് 21 ചുണ്ടൻ വള്ളങ്ങൾ. സർക്കാരിന്റെ അയ്യപ്പ സംഗമം വ്യാപാര താൽപര്യത്തോടെയുള്ള എക്സ്പോ പോലെയെന്ന് BJP. ഭക്തരുടെ വികാരം NSS മാനിക്കണമെന്നും വിശ്വാസികൾക്കാണ് അയ്യപ്പ സംഗമം നടത്താൻ അവകാശമെന്നും കുമ്മനം രാജശേഖരൻ. ജമ്മുകശ്മീരിൽ വിവിധ മേഖലകളിൽ മേഘവിസ്ഫോടനം. 11 മരണം. 2 വീടുകളും സ്കൂളുകളും ഒലിച്ചുപോയി. റിയാസിയിൽ മണ്ണിടിച്ചിലിൽ ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ തീരുവ നയം നിയമവിരുദ്ധമെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി. തീരുവ നിർണ്ണയിക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രം. തീരുവയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ട്രംപ്. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. അമേരിക്കയുടെ താരിഫ് വർധനവുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ തള്ളിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ നിന്ന് ചൈനയിലേക്ക് തിരിച്ചു. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണ് ഇത്. 7 വർഷത്തിനു ശേഷമാണ് മോദി ചൈനയിലെത്തുന്നത്. നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായി ഒത്തുകൂടുന്ന ഉച്ചകോടിയായതിനാൽ തന്നെ അതീവ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഷാങ്ഹായ് ഉച്ചകോടിക്കുള്ളത്. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന. ഇന്ത്യയിൽ 60,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ജപ്പാൻ. 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിലാണ് തീരുമാനം. വടക്കുകിഴക്കൻ ഏഷ്യ മേഖലയിലെ നിർണായക ശക്തികളായി മാറുന്നതിന് നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കും. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, സാങ്കേതികവിദ്യാ നവീകരണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ശക്തമാക്കാൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായുള്ള ആദ്യ വാർഷിക ഉച്ചകോടിയിൽ തീരുമാനമായി. ചാന്ദ്രയാൻ 5 ദൗത്യത്തിൽ ജപ്പാനുമായി സഹകരിക്കാനുള്ള നിർണായക കരാറിനും ധാരണയായി. സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ശുദ്ധമായ ഊർജ്ജം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക സുരക്ഷാ സംരംഭം ഇന്ത്യയും ജപ്പാനും പ്രഖ്യാപിച്ചു. പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾ നിർമ്മിക്കുക, പ്രധാന സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കുക, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. തന്ത്രപ്രധാനമായ വ്യാപാരത്തിനും സാങ്കേതിക സഹകരണത്തിനുമുള്ള തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് പ്രവർത്തിക്കാനും മേഖലയിലെ ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ടോക്കിയോയിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം മോദിയുടെ 8ാമത് ഔദ്യോഗിക ജപ്പാൻ സന്ദർശനമാണ് ഇത്. അമേരിക്കയുടെ തീരുവ ഭീഷണിക്കിടെയാണ് ജപ്പാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ തീരുവ നയം നിയമവിരുദ്ധമെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി. തീരുവകൾ നിർണ്ണയിക്കാനുള്ള അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണെന്നും കോടതി വ്യക്തമാക്കി. തീരുവയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കോടതി നിലപാട് പക്ഷപാതപരമെന്നും ട്രംപ് പ്രതികരിച്ചു. അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി ഡൊണാൾഡ് ട്രംപ് വിദേശ രാജ്യങ്ങൾക്കുള്ള തീരുവകൾ പ്രഖ്യാപിച്ചത് പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗമെന്നാണ് കോടതി നിരീക്ഷിച്ചത്.
സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് ഒക്ടോബർ 14 വരെ ട്രംപ് ഭരണകൂടത്തിന് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ നിലവിലെ തീരുവകൾ തുടരാമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ ഇന്റർനാഷണൽ എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമാണ് തന്റെ തീരുമാനമെന്നാണ് ട്രംപിന്റെ നിലപാട്. പ്രത്യേക സാഹചര്യങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ആക്ട്. അപ്പീൽ കോടതി നിലപാട് സ്വീകരിച്ചാൽ രാജ്യം ദുർബലമാകുമെന്നും തീരുവയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കോടതി നിലപാട് പക്ഷപാതപരമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കണ്ണൂർ കീഴരിയിലെ സ്ഫോടനം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS. ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷമാണ് മരിച്ചത്. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് ഇയാളുടെ ബന്ധുവാണ്. അനൂപിനായി അന്വേഷണം തുടരുന്നു. പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS-ന്റെ വാക്കുകളിലേക്ക്. ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആ സമയം മുതൽ തന്നെ പരിശോധന നടത്തി വരികയാണ്. ഇപ്പോൾ ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ്. ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ്. ലക്ഷ്മിപ്രിയ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലക്ഷ്മിപ്രിയ, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ഇനിയും കൂടുതൽ സമയമെടുക്കും, മണിക്കൂറുകളെടുക്കും. ശരിക്കും എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത്? അത് ബോംബ് സ്ഫോടനമാണോ അല്ലെങ്കിൽ പടക്ക നിർമ്മാണത്തിനിടെ ഉണ്ടായതാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എങ്കിൽ കൂടിയും ഈ അനൂപ് ആഷം എന്ന ആൾ, അനൂപ് മാലിക് ഇയാളുടെ ബന്ധുവാണ്. അനൂപ് വാടകയ്ക്കെടുത്ത വീട് അയാളുടെ കീഴിൽ അയാളുടെ ബന്ധു അയാൾ ജോലി ചെയ്യുകയായിരുന്നു. ഇയാൾ അനധികൃതമായി ഈ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഒരുപക്ഷെ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും അല്ലേ മനസ്സിലാക്കാൻ സാധിക്കുക? അതെ സ്വപ്ന, ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന വ്യക്തി ഉറങ്ങുമ്പോഴാണ് സ്ഫോടനം നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റൊരാൾ കൂടി ഈ ഒരു കെട്ടിടത്തിൽ, അതായത് വാടക വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോഴും രൂക്ഷമായ ഗന്ധം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അവിടെയുള്ള പ്രദേശവാസികളടക്കം പറയുന്നത്. എന്തൊക്കെ സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നനുസരിച്ചിട്ടുള്ള ആ ഒരു കാര്യം കൂടി ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണവും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് അനൂപിലേക്കാണ്. അദ്ദേഹം ഈ അനൂപ് എന്ന വ്യക്തി 2016 സമാനമായ രീതിയിലൊരു സ്ഫോടന കേസിൽ പ്രതിയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ നടക്കേണ്ടതുണ്ട്. അതായത് ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് മുഹമ്മദ് ആഷാം അല്ലാതെ വേറൊരാളും കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനയുണ്ട്. പക്ഷേ അയാൾ അവിടെ ഉണ്ടായിരുന്നോ അതോ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ അവിടെ ഉണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ട ഒരു കാര്യമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായും കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. കീഴറയിലുണ്ടായത് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനമെന്ന് കോൺഗ്രസ് പറയുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. മുക്കിലും മൂലയിലും ബോംബ് നിർമ്മാണമാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. കൃത്യമായ അന്വേഷണം നടത്തി ഇതിൻ്റെ ഉൽപ്പാദകർ എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും വേണം. ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്ന വ്യക്തി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ, ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. കീഴറയിലെ സ്ഫോടനത്തിൽ കോൺഗ്രസിന് മറുപടിയുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അനൂപ് മാലിക് കോൺഗ്രസുമായി ബന്ധമുള്ളയാളാണ് എന്ന് KK രാഗേഷ് പറഞ്ഞു. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്ത സമയത്ത് സ്ഫോടക വസ്തു നിർമ്മിച്ചത് എന്തിനാണെന്നും രാഗേഷ് ചോദിക്കുന്നു. കാണുമ്പോൾ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടയാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ സ്ഫോടനത്തിൽ ബിൽഡിങ്ങൊക്കെ തകർന്ന് വീണതിൻ്റെ ഭാഗമായിട്ട് മരണപ്പെട്ടതാണ് എന്നാണ് കാണാൻ കഴിയുക. മറ്റാരെങ്കിലും ഈ
സ്ഫോടനത്തിന് അടിയാവുന്ന വിധത്തിൽ ഒന്നെങ്കിലും പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ അത് എങ്ങനെ ഉണ്ടായതാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് ഇമ്മച്ചുവറാണെന്നുള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. കണ്ണൂരിലെ സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്ഫോടനത്തിന് പിന്നിൽ അസ്വാഭാവികതയുണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും MA ബേബി തൃശ്ശൂരിൽ പറഞ്ഞു. അപ്പോൾ ഇപ്പം കേട്ടറിവ് വെച്ച് മാത്രം ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ LDFൻ്റെയും CPMൻ്റെയും നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരും അതിനെക്കുറിച്ച് പ്രതികരിക്കും. അത്രേ പറയാം. ദൗർഭാഗ്യകരമാണ് ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അപായങ്ങളുണ്ടാവുകയും പരിക്കും മരണമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, ദുഃഖകരമാണ്. ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലോ മറ്റോ ആണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ ഇക്കാലത്തും ഉള്ളത്. അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച NSS സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ. NSS ഭക്തരുടെ വികാരത്തെ മാനിക്കണമെന്നും വ്യാപാര താൽപര്യത്തോടെ നടത്തുന്ന എക്സ്പോ പോലെയാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നും കുമ്മനം പറഞ്ഞു. മുഖ്യമന്ത്രിക്കും വാസവനും അയ്യപ്പനിൽ വിശ്വാസമുണ്ടോ എന്നും കുമ്മനം ചോദിച്ചു. വിശ്വാസികൾക്കാണ് അയ്യപ്പ സംഗമം നടത്താൻ അവകാശമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരിലുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ. കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ ഇത്രയും നാളും വിചാരിച്ചത് ദേവസ്വം മന്ത്രിയായി വിളിച്ചു കൂട്ടുന്നതെന്നാണ്. ഇപ്പോഴാണ് മനസ്സിലായി ഇത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ ഇത് CPM വിളിച്ചു കൂട്ടുന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ജമ്മുകാശ്മീരിലെ റംബാനിൽ മേഘവിസ്ഫോടനം 4 പേർ മരിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. 2 വീടുകളും ഒരു സ്കൂളും അപ്പാടെ ഒലിച്ചുപോയി. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. റിയാസിയിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് 5 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. നിരവധി കുടുംബങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. 5 പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കാണാതായവരുടെ കണക്ക് വ്യക്തമല്ല. രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിലാണ് കനത്ത നാശം വിധിച്ച് മേഘവിസ്ഫോടനം ഉണ്ടായത്. തെഹ്രി, ബാഗേശ്വർ ജില്ലകളിലും സ്ഥിതി മോശമാണ്. രുദ്രപ്രയാഗ് ജില്ലയിലെ അളകനന്ദ, മന്ദാകിനി നദികളുടെ സംഗമസ്ഥാനത്തുള്ള ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. കേദാർനാഥ് താഴ്വരയിലെ ലാവാര ഗ്രാമം ഒറ്റപ്പെട്ടു. ചിനഗഡിലും സ്ഥിതി ഗുരുതരമാണ്. കനത്ത മഴയ്ക്ക് പിന്നാലെ പഞ്ചാബിലും കശ്മീരിലും പ്രളയക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. സംസ്ഥാനത്തെ ഓണാഘോഷം സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 9 വരെ. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സെപ്റ്റംബർ 3 വൈകിട്ട് 6 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധിയിലാണ് ഉദ്ഘാടന പരിപാടി. ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ്, തമിഴ് നടൻ രവി മോഹൻ എന്നിവർ മുഖ്യാതിഥികളാകും. നാളെ വൈകിട്ട് 5 മണിക്ക് ഓണാഘോഷങ്ങളുടെ ഭാഗമായി കനകക്കുന്നിൽ പതാക ഉയർത്തും. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് സംഘടിപ്പിക്കുന്നത്. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 3 വൈകിട്ട് 6 മണിക്ക് കനകക്കുന്ന് നിശാഗന്ധിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. സംഗീതം, നൃത്ത, വാദ്യഘോഷങ്ങളോട് സെപ്റ്റംബർ 9 വരെ വിപുലമായ പരിപാടികളോടെയാണ് ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് കരിന്തളം പാറയിൽ നീലവർണ്ണം തീർത്ത് കാക്കപ്പൂക്കളുടെ വർണ്ണ മനോഹാരിത. ഓണവരവറിയിച്ച് നോക്കെത്താ ദൂരത്തോളം കാക്കപ്പൂ വിരിഞ്ഞു നിൽക്കുകയാണ്.
കരിന്തളത്തെ കരിമ്പാറയ്ക്കിപ്പോൾ കാക്കപ്പൂക്കളുടെ നീലവർണ്ണമാണ്. ഓണവരവറിയിക്കുന്ന പ്രകൃതിയുടെ വശ്യമനോഹരമായ കാഴ്ച. നോക്കെത്താ ദൂരത്തോളം പൂക്കൾ വിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലൊരുക്കുന്ന പൂക്കളങ്ങളിൽ കാക്കപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലെ ചെങ്കൽപ്പാറകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഈ വയലറ്റ് നിറമുള്ള പൂക്കൾ പോയകാല വസന്തങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. യന്ത്രക്കൈകൾ സ്പർശിക്കാത്ത കരിന്തളം പാറയിലേക്ക് പൂക്കൾ പറിക്കുവാനും ഇതിന്റെ ദൃശ്യഭംഗി പകർത്തുവാനുമായി ആളുകൾ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ഈ കാക്കപ്പൂ കാണാൻ വേണ്ടിയിട്ട് ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളടക്കമുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഓണാഘോഷത്തോട് പൂക്കള മത്സരം നടത്താൻ വേണ്ടി ഇത് ഇപ്പോൾ ഈ പ്രദേശത്തെ കാക്കപ്പൂ ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ വരികയും ഈ പൂക്കൾ ശേഖരിക്കുകയും പൂക്കള മത്സരങ്ങൾക്ക് ഇത് പ്രധാന ഒരു ഐറ്റമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കരിന്തളം തോളൈനിയിലെത്തിയാൽ ഏക്കറുകൾ ദൂരത്തേക്ക് ഈ നീലവർണ്ണ കാഴ്ച കാണാം. കനത്ത മഴയ്ക്കിടയിലും കൊഴിഞ്ഞു വീഴാതെ പൂതേടിയെത്തുന്ന കുട്ടികളെ കാത്തിരിക്കുകയാണ് ഓണസമൃദ്ധി അറിയിക്കുന്ന ഈ ഗ്രാമഭംഗി. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫിയിൽ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 3 മണിക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ഹീറ്റ്സ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. എപ്പോഴത്തേക്കാകും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കുക? ആവേശത്തിരയിളക്കം എത്രത്തോളം? 2 മണിയോടുകൂടി ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം 3 മണിയോടുകൂടിയാവും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കുക. ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാൾ വ്യത്യസ്തമായി 21 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കപ്പ് നേടിയിട്ടുള്ള UBC കൈനകരി, അതോടൊപ്പം തന്നെ PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, ഈ 2 ബോട്ട് ക്ലബ്ബുകളും ഒരേ ഹീറ്റ്സിലാണ് മത്സരിക്കുന്നത്. അത് തുടക്കം തന്നെ വലിയ ആവേശം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളിലേക്കാണ്. ആ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ലൂസേഴ്സ് ഫൈനൽ കാണും. അതിനുശേഷമാവും ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. എന്തായാലും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന 4 വള്ളങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ഫൈനലിലേക്ക് കിടക്കുക. ആ 4 വള്ളങ്ങൾ തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക. മുൻപ് ഞാൻ സൂചിപ്പിച്ചുള്ളത് തന്നെ ഈ UBC കൈനകരി, അതോടൊപ്പം PBC ഇവർ തമ്മിലുള്ള ആവേശ പോരാട്ടമാണ് കൂടുതൽ ആകാംക്ഷയോടെ ആരാധകർ അല്ലെങ്കിൽ ജലോത്സവ പ്രേമികൾ കാത്തിരിക്കുന്നത്. അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 2ാം ഹാട്രിക്കിലേക്കാണ് ഇത്തവണ കടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം കാരിച്ചാൽ ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മൈക്രോ മില്ലി സെക്കൻഡിലാണ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത്തവണ അതുകൊണ്ട് തന്നെ UBC സംബന്ധിച്ച UBC നിരവധി തവണ, അതായത് ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ഒരു ക്ലബ്ബ് കൂടിയാണ്. സ്വാഭാവികമായും ഈ ബോട്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമായിരിക്കും കൂടുതൽ ചർച്ചയാകുക, അല്ലെങ്കിൽ കൂടുതൽ ഒരു തീപാറുന്ന പോരാട്ടത്തിലേക്ക് കിടക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് കായിക പ്രേമികൾ, ജലോത്സവ പ്രേമികൾ എല്ലാം തന്നെ കാത്തിരിക്കുന്നതും. എന്തായാലും 3 മണിയോടുകൂടി തന്നെ ചുണ്ടൻവള്ളത്തിന്റെ മത്സരങ്ങൾ ആരംഭിക്കും. ഏതാണ്ട് 5 മണിയോടുകൂടി 5:30 ഇത്തവണത്തെ ജലരാജാവ് ആരെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും, വള്ളം കളിപ്രേമികളടക്കം എല്ലാവരും കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി മുഹമ്മദ് റിയാസാണ് അധ്യക്ഷനാകുക. കാർഷിക സർവകലാശാലയിലെ ജനറൽ കൗൺസിൽ യോഗം ഉപരോധിച്ച് SFI ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധം. ഫീസ് വർധനവിന് അംഗീകാരം നൽകേണ്ട ജനറൽ കൗൺസിൽ യോഗമാണ് സർവകലാശാലയിൽ നടക്കുന്നത്. വാർഷിക ഫീസ് 12,000-ൽ നിന്ന് 50,000 ആക്കിയാണ് ഉയർത്തിയത്. സർവകലാശാല ജനറൽ കൗൺസിലിൽ നടക്കുന്ന ഹാളിലേക്ക് SFI മാർച്ച് നടത്തുകയായിരുന്നു.
തൃശൂർ കേച്ചേരിയിൽ സ്വകാര്യ ബസ്സും KSRTC ലോ ഫ്ലോർ ബസ്സും കൂട്ടിയിടിച്ച അപകടം 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപം അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സും കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. 2 ബസ്സുകളിലുമായി ഉണ്ടായിരുന്ന 15ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രൈവറ്റ് ബസ് റോഡിൽ നിന്ന് നീക്കം ചെയ്തു. KSRTC ബസ് റോഡിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അപകടത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ പവന്റെ വില 1200 രൂപ കൂടി 76,960 രൂപയിലെത്തി. ഗ്രാമിന് 150 രൂപ കൂടി 9,620 രൂപയായി. രൂപയുടെ മൂല്യത്തിലുണ്ടായ തകർച്ചയും ആഗോള വിപണിയിലെ വിലവർധനവുമാണ് കുതിപ്പിന് പിന്നിൽ. അന്തർദേശീയ വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $3,447 നിലവാരത്തിലാണ്. വെള്ളി വിലയും റെക്കോർഡിലെത്തി. 10 ഗ്രാമിന് 1,280 രൂപയായി. ഓണക്കാലത്ത് സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക. അവധി ദിവസങ്ങളിൽ മണിക്കൂറുകളോളമാണ് മൂന്നാറിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഓണക്കാലത്തെങ്കിലും ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു മൂന്നാർ ഉൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിൽ. എന്നാൽ വീണ്ടും മഴ ശക്തിയാർജിക്കുന്നത് ഓണക്കാലത്ത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഒപ്പം വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആശങ്കയോടെയാണ് കാണുന്നത്. മധ്യവേനൽ അവധിക്ക് ശേഷം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിരുന്നു. സഞ്ചാരികൾ വന്നുപോകുന്നുവെങ്കിലും കഴിഞ്ഞ 2 മാസമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവില്ല. വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെയും ഒപ്പം വ്യാപാരികളുടെയും പ്രതീക്ഷ. മൂന്നാറിനെ പുറകോട്ടടിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വലിയൊരു പ്രതീക്ഷയോടെയാണ് ഓണ സീസൺ മൂന്നാറിലെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ട്രാഫിക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും മൂന്നാറിന് ശാശ്വതമായ ഒരു ടൂറിസം വളർച്ച ഉണ്ടാകില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓണാവധി ആഘോഷങ്ങൾക്കായി ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലുമൊക്കെ ബുക്കിംഗ് പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാവുകയും നേര്യമംഗലം മുതൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുകയും ചെയ്താൽ സഞ്ചാരികൾ അവധിക്കാലം ആഘോഷിക്കാൻ മറ്റിടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മുന്നിൽ കണ്ട് സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ജപ്പാൻ സന്ദർശനത്തിനിടെ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയ്ക്കൊപ്പം ടോക്കിയോയിൽ നിന്ന് സെൻഡായിലേക്കായിരുന്നു യാത്ര. സാമൂഹ്യമാധ്യമമായ എക്സിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. വികസനത്തിന്റെയും സൗഹൃദത്തിന്റെയും യാത്രയെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ ബുള്ളറ്റ് ട്രെയിൻ യാത്രയെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. കാശി മധുര പള്ളികളുടെ വിഷയത്തിൽ RSSന്റെ അവകാശവാദം നിയമവിരുദ്ധമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മോഹൻ ഭാഗവത്തിന്റെ അവകാശവാദം ആഭാസകരമാണ്. അത് സർവശക്തിയും എടുത്ത് എതിർക്കണമെന്നും MA ബേബി തൃശ്ശൂരിൽ ആവശ്യപ്പെട്ടു. CPMന്റെ പോളിറ്റ് ബ്യൂറോ ഇന്നലെ സംബന്ധിച്ച പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇക്കാര്യം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് മാത്രമല്ല, നിയമവിരുദ്ധമാണ്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. ബാബറി മസ്ജിദ് തർക്കം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് എല്ലാ ആരാധനാലയങ്ങളും 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്തായിരുന്നു സ്ഥിതി, ആ തൽസ്ഥിതി തുടരണം. അതിന് വിപരീതമായ ഒരു അവകാശവാദവും ആരും ഉന്നയിക്കാൻ പാടില്ല. ആ നിയമത്തെ ബാബറി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതിയും അംഗീകരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഭഗത്ത് കഫ നേഷൻസ് ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിന് കീഴിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ഇന്ത്യ താജിക്കിസ്ഥാനെ തോൽപ്പിച്ചു. 1-2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 5-ാം മിനിറ്റിൽ അൻവർ അലിയാണ് ഇന്ത്യയെ മുന്നിലെത്തിച്ചത്. 8 മിനിറ്റുകൾക്കകം സന്ദേശ് ജിഗാൻ ഇന്ത്യയുടെ ലീഡ് ഉയർത്തി. ആദ്യ പകുതിയിൽ തന്നെ തജിക്കിസ്ഥാൻ ഒരു ഗോൾ തിരിച്ചടിച്ചു. മലയാളി താരങ്ങളായ മുഹമ്മദ് ഉവൈസും ആഷിഖ് കരുണിയനും ആദ്യ 11-ൽ ഇടം പിടിച്ചിരുന്നു. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവായിരുന്നു നായകൻ. സെപ്റ്റംബർ 1-ന് ഇറാനെതിരെയും സെപ്റ്റംബർ 4-ന് അഫ്ഗാനിസ്ഥാനെതിരെയും മത്സരങ്ങളുണ്ട്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.